നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 37 വയസ്സുള്ള 2 മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പുനർവിവാഹിതർക്കും നമ്മുടെ ചാനലിലൂടെ മാരേജ് നോക്കാൻ കഴിയും. നിങ്ങളുടെ ഫോട്ടോ, ബയോഡാറ്റ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് 37 വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന +2 ക്വാളിഫിക്കേഷനുള്ള ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസാണ്. കുട്ടിയുടെ മതപഠനം 6ാം ക്ലാസ്സാണ് തന്നിട്ടുണ്ട്. 166 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. സെക്കൻഡ് മാരേജ് ആണ്, കുട്ടികളില്ല. കോഴിക്കോടാണ് ഇവരുടെ വീട് വരുന്നത്. ഇവരുടെ ഫാമിലി ഫാദർ, മദർ, 2 ബ്രദേഴ്സും ആണ് ഉള്ളത്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 45 വയസ്സ് വരെയുള്ള മലപ്പുറം, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന സുന്നി വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത്. മറ്റ് ഡിമാൻഡുകളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തതായിട്ട് വായിക്കുന്നത് 37 വയസ്സുള്ള കോഴിക്കോടുള്ള ഒരു യുവതിയുടെ ഡീറ്റെയിൽസ് തന്നെയാണ്. കോഴിക്കോട് മേപ്പയൂർ ഭാഗത്താണ് വീട് വരുന്നത്. കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് 158 സെൻറ്റിമീറ്ററാണ്. മീഡിയം കളറാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ്. ഇവരുടെ ക്വാളിഫിക്കേഷൻ SSLC ആണ്. മദ്രസ 7 തന്നിട്ടുണ്ട്. മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട്. ഇവരുടെ ഫാദർ ബിസിനസ് ചെയ്യാണ്. മദർ ഹൗസ് വൈഫാണ്. 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഇവർക്കുള്ളത്. ഇവർ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏജ് ലിമിറ്റ് പറയുന്നത് 46 വയസ്സ് വരെയാണ്. മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പുതിയ ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.